മക്കളെ, നമ്മുടെ മുമ്പിൽ എന്തൊക്കെയുണ്ട്? ബൈബിളുണ്ട്, മെഴുകുതിരിയുണ്ട്. നിങ്ങൾ എന്നും ബൈബിൾ വചനം വീട്ടിൽ വായിക്കുന്നവരാണോ? ഡെയിലി വായിക്കുവോ? എന്നും ബൈബിൾ വായിക്കണമെന്ന്? എന്നും ബൈബിള് വായിക്കണോ വേണ്ടോ? നിങ്ങൾ തന്നെ പറ. ബൈബിൾ എന്ന് വായിക്കുമ്പോൾ നമുക്ക് എന്തോ കിട്ടുന്നത്? ദൈവത്തിന്റെ കൃപ കിട്ടും. അതെ, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ബൈബിൾ വായിച്ചു കഴിഞ്ഞാൽ ആരോടെങ്കിലും ഷെയർ ചെയ്താൽ മാത്രമേ ആ വചനം കൊണ്ട് കൂടുതൽ അർത്ഥം ഉണ്ടാവുകയുള്ളൂ, അല്ലേ? അപ്പൊ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഈ വചനം ഒരു ദിവസം 2 പേരുടെങ്കിലും ഷെയർ ചെയ്യാൻ നിങ്ങൾ റെഡിയാണോ? ഈ മെഴുകുതിരി കണ്ടോ? ഈ പ്രകാശമായിരിക്കുന്ന ഈ മെഴുകുതിരിയെ പോലെ നമ്മൾ ഈ മെഴുകുതിരി കത്തിക്കാതിരുന്ന കഴിഞ്ഞാൽ ഇത് ആർക്കെങ്കിലും കാണാൻ സാധിക്കുമോ? പ്രകാശം കിട്ടുമോ? ഈ പ്രകാശം കിട്ടുന്ന ഈ മെഴുകുതിരിയെ പോലെ കത്തിച്ചൊലിക്കുന്ന വെളിച്ചമായി തീരുവാൻ നമുക്ക് കഴിയണം. അങ്ങനെയാണ് വചനം ജീവിക്കാൻ വേണ്ടി പോകുന്നത്, അല്ലേ? അപ്പൊ വചനം ജീവിക്കണമെങ്കിൽ നമ്മൾ പഠിച്ച് വായിച്ച് മനസ്സിലാക്കി മറ്റുള്ളവർക്ക് അത് പകർന്നു കൊടുക്കണം. പകർന്നു കൊടുക്കാൻ നിങ്ങൾ റെഡിയാണോ?